പെട്ടെന്നാണ് കേട്ടോ നമ്മൾ ഒരു വൺ വേ ടൂർ പോയാലോ എന്ന് തീരുമാനിച്ചത്. ഞങ്ങൾ മൂന്നാറിലോട്ടാണ് കേട്ടോ പോണത്. ഇത് വെളുപ്പിന് 4:30 സമയത്താണ്. മോനെ എണീക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ലായിരുന്നേ. പക്ഷെ അവൻ ഒച്ചയനക്കൊക്കെ കേട്ടപ്പോൾ അവൻ എണീറ്റട്ടാ. പിന്നെ അവനെയൊക്കെ കുളിപ്പിച്ച് യാത്രയാക്കി ചൂടുവെള്ളം വെച്ചിട്ടാ മക്കളെയൊക്കെ കുളിപ്പിച്ചത്. മോളെയും കുളിപ്പിച്ച് യാത്രയാക്കിയതിന് ശേഷം കേട്ടാ ഞാൻ ഒരുങ്ങാൻ നിന്നത്. ഒരുങ്ങിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോകണമെന്ന് കേട്ട ആൾ സെറ്റാണ്. പിന്നെ മോൾക്ക് എവിടെയെങ്കിലും പോകണമെന്ന് കേട്ട ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞങ്ങൾ വേറെ ഒന്നും ഇതാക്കിയില്ല, നേരെ കാറിൽ കയറി പോകേണ്ട ചെയ്തേ. നേരം വെളുത്ത് വരണുള്ളൂ കേട്ടാ. കാറിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ മോൻ ഉറങ്ങാനുള്ള സെറ്റപ്പായിരുന്നേ. അവൻ വേഗം എൻ്റെ തോളത്ത് കയറി കടന്നേ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഉറങ്ങിയേട്ടാ. പിന്നെ എനിക്ക് കാറിലൊക്കെ പോകുമ്പോൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വൊമിറ്റിങ് വരുവേ, വയറ് കാലിയായി കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങൾ വെട്ടം വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വേഗം ഒരു ഹോട്ടലിലേക്ക് ഒരു ഭക്ഷണം കഴിച്ചേ. രാവിലെ മുട്ട അപ്പമാണ് കഴിച്ചത്. അവൻ ഉറങ്ങണോണ്ട് അവനിക്കുള്ള ഭക്ഷണം നമ്മൾ പാഴ്സലാണ് മേടിച്ചത്. പിന്നെ നേരെ മൂന്നാർ തേയിലത്തോട്ടത്തിലാണ് നമ്മൾ പിന്നെ വണ്ടി നിർത്തി ഇറങ്ങിയത്. നല്ല രസമായിരുന്നിട്ട് അവിടെയൊക്കെ കാണാനുള്ള കാഴ്ച. പിന്നെ ഈ റോഡിൻ്റെ 2 സൈഡും ഇങ്ങനെ മരങ്ങളുടെ വഴി ഇടയിൽ കൂടെ പോകാൻ നല്ല രസമായിരുന്നിട്ടാ. പിന്നെയും ഫോട്ടോ പ്ലേസ് കണ്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ. പിന്നെ നമ്മ ഇത് കുണ്ടളം ഡാമിലോട്ട് പോണ വഴിക്ക് കണ്ട വേറൊരു ചെറിയ ഡാമായിരുന്നിട്ടാ. ഇവിടെയും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായി. പക്ഷെ ഞങ്ങൾ തിരക്ക് കുറഞ്ഞ സ്ഥലത്ത് നോക്കിയാണ്ട് ഇറങ്ങിയത്. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ നമ്മൾ കഴിക്കാൻ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായി. അതൊക്കെ നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങിയിരുന്നാട്ടാ കഴിച്ചത്. നല്ല രസമായിരുന്നിട്ടാ കാണാൻ. പിന്നെ നമ്മൾ ഇങ്ങനെ കുണ്ടളം ഡാമിലോട്ട് പോണ വഴിക്കുള്ള വെള്ളച്ചാട്ടമാണ് ഇത്. കാടിൻ്റെ നടുക്കേ കൂടി ഇങ്ങനെ വെള്ളം ചാടി പോണത് കാണാൻ നല്ല രസമുണ്ടായിരുന്നിട്ടാ. ഇവിടെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഫോട്ടോ ഒന്നും എടുത്തില്ല, നമ്മൾ മൊബൈലിൽ തന്നെയാണ് കേട്ടോ ഫോട്ടോ എടുത്തത്. നേരെ പിന്നെ നമ്മൾ ആ ഡാമിലോട്ട് ചെന്നപ്പോൾ അവിടെ കയറണമെങ്കിൽ 10 രൂപ കേട്ടോ ഫ്രീ. ഞങ്ങൾ കയറിയായിരുന്നേ. അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാ. പക്ഷെ വെള്ളം പേടിയായതുകൊണ്ടും പിന്നെ മക്കൾ ചെറുതായതുകൊണ്ടും നമ്മൾ അങ്ങോട്ടൊന്നും കയറിയില്ലായേ. അവിടെ കുറേ കുരങ്ങന്മാരും പിന്നെ ഊഞ്ഞാലാട്ടവും ഒക്കെ ഉണ്ടായിരുന്നിട്ടാ. പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ അവിടെ കുതിര സവാരി ഉണ്ടായിരുന്നേ. കുതിര സവാരിയിൽ ഞങ്ങൾ കയറിയില്ല, ഇക്കാക്കയും കൂട്ടാറിനും കയറിയപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാ അവരാ. പിന്നെ അവിടെ ഉള്ളത് ഒരുപാട് കടകളും ചോക്ലേറ്റും ഐറ്റങ്ങളായിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ ഉള്ള സ്ഥാനങ്ങളൊക്കെ തന്നെയാണെങ്കിലും എവിടെയെങ്കിലും പോയി നമ്മൾ അങ്ങനെയാണല്ലോ, എല്ലാ കടകളിലും നടന്ന് ഒരേ സാധനങ്ങളൊക്കെ കയറി നടന്ന് മേടിച്ച്. പിന്നെയും കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ മോൻ ഉറങ്ങി. അവനെ കാറി കിടത്തിയിട്ട് ഞങ്ങൾ മൂന്നാറിലുള്ള മറ്റൊരു തേയിലത്തോട്ടത്തിൽ ഇറങ്ങി. അവിടെ മോൾക്ക് പ്രത്യേകിച്ച് കളിക്കാൻ ആരും വേണമെന്നില്ല, അവൾ ഒറ്റക്ക് തന്നെ ഓടിയൊക്കെ കളിക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വീണ്ടും പോയത്. നമ്മൾ നേരെ വട്ടവടക്കാണ് കേട്ടോ പോയത്. അവിടെ സ്ട്രോബെറിയുടെ സീസണാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് കേട്ടോ പോണത്. പക്ഷേ നല്ലൊരു പണിയാണ് കേട്ടോ പിന്നെ കിട്ടിയത് ഞങ്ങൾക്ക്. അവിടെ പോണ വഴിക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. പക്ഷെ മഴയത്ത് മൂന്നാർ തോട്ടം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. മഴയും കോടയും കൂടി ഒരുമിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണണത്. നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ 2-2.5 മണിക്കൂർ വട്ടവടയ്ക്ക് പോണ സമയത്ത് നല്ല ട്രാഫിക്കായിരുന്നു കേട്ടോ. 2.5 മണിക്കൂറോളം ട്രാഫിക്കിൽ കടന്നായിരുന്നേ. പിന്നെ എനിക്ക് ഫ്ലവർ ഗാർഡനിൽ കയറണമെന്ന് ഭയങ്കര കൊതിയായിരുന്നേ. അവിടെ 6 മണിക്കാണ് കേട്ടോ ഫ്ലവർ ഗാർഡൻ അടക്കണത്. അപ്പം നമുക്ക് വട്ടവടയിൽ പോയിട്ട് തിരിച്ച് വരാനുള്ള സമയം കിട്ടില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് വെച്ച് കട്ട് ചെയ്ത് തിരിച്ച് പോരണേ ചെയ്ത്. അങ്ങനെ ഞങ്ങൾ വന്ന വഴിക്ക് ബിരിയാണിയൊക്കെ കഴിച്ച് നേരെ വന്ന് ഫ്ലവർ ഗാർഡനിലാണ് കേട്ടോ കയറിയത്. ഇവിടെ ഒരാൾക്ക് കയറുന്നതിന് 60 രൂപ കേട്ടോ ഫ്രീ, കുട്ടികൾക്ക് 30 രൂപയായിരുന്നു കേട്ടോ. എന്തായാലും മൂന്നാറിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർ മിസ് ചെയ്യാതെ പോകേണ്ട ഒരു സംഭവം ഇതാണ് കേട്ടോ ഫ്ലവർ ഗാർഡൻ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനത്തുള്ള പൂക്കളൊക്കെ ഞാൻ പ്ലാസ്റ്റിക്കിലാണ് കണ്ടേക്കണത്. ഇങ്ങനത്തുള്ള പൂക്കൾ ഉണ്ടാകുന്നത് തന്നെ ഞാൻ വിചാരിച്ചില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ നമ്മൾ ഇവിടെ കാണാത്ത പല സൈസുള്ള ചെടികളും പൂവുകളൊക്കെ ഇഷ്ടം മാതിരി ഉണ്ടായിരുന്നു കേട്ടോ. അവരത് സെറ്റ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നമ്മൾ അവിടെയും ഒരുപാട് പൂക്കളുടെ ഫോട്ടോസും എടുത്ത് അവിടെ നടന്ന് നമ്മുടെ ഫോട്ടോസ് എടുത്ത് മോൾക്ക് വ്ളോഗിന് വേണ്ടിയുള്ള കുറേ ഡാൻസൊക്കെ ഞങ്ങൾ ചെയ്യിപ്പിച്ചായിരുന്നേ. ഇവിടെ നടക്കുമ്പോഴും അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലേ നമ്മൾ ആ മഴയത്തൊക്കെ തന്നെ നടന്നാണ് കണ്ടത്. പിന്നെ ഇനി ഇവിടെ വന്നിട്ട് നിന്നിട്ട് വേറെ എവിടെയും പോകാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് അവിടെയൊക്കെ സമയം 6 മണിക്കൊക്കെ പാർക്കൊക്കെ കിടക്കുന്നുണ്ട്. നമ്മൾ ഇനി നേരെ തിരിച്ച് വീട്ടിലോട്ടാണ് കേട്ടോ പോണത്. രാത്രി ആകുമല്ലോ പോകുമ്പോൾ. അപ്പോൾ ഫുഡൊന്നും നമുക്ക് ഹോട്ടലിൽ കയറി കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പാഴ്സൽ വീട്ടിലോട്ട് മേടിച്ചുകൊണ്ട് പോയിട്ട് ചെയ്തേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്നാലും വൺ വേ ടൂർ ആണെങ്കിലും അത്യാവശ്യം എൻജോയ് ചെയ്തായിരുന്നേ. ഇതാണ് കേട്ടോ എനിക്ക് മൂന്നാറിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഫ്ലവർ ഗാർഡൻ ആണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അടിപൊളിയായിരുന്നു. പോണവരെന്തായാലും ഇവിടെ കയറണം കേട്ടോ, മിസ് ചെയ്യാതെ ഇത് കാണണം കേട്ടോ.